വെൽക്കം ഓൾ ഓഫ് യു. തൈമോനാണ്. ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗ്സ് വീഡിയോ സീരീസിലെ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്, ഫസ്റ്റ് വീഡിയോ. നമുക്ക് പഠിക്കേണ്ടത് എല്ലാം ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗ്സ്, അതിൻ്റെ ഫാർമക്കോളജി ആണ്. പക്ഷേ നമ്മൾ അതിന് മുൻപ് വി ഹാവ് ടു ടോക്ക് സംതിങ് അബൌട്ട് സൈക്കോസിസ്. സൈക്കോസിസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നാലേ നമുക്ക് ആൻറ്റി സൈക്കോട്ടിക് മരുന്നുകളുടെ പ്രവർത്തനത്തെ പറ്റി ശരിയായി മനസ്സിലാക്കാൻ പറ്റും. സോ രോഗത്തെക്കുറിച്ച് പറയാതെ മരുന്നിനെ കുറിച്ച് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ പഠിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ആദ്യം സൈക്കോസിസ് എന്തൊക്കെയാണെന്നൊന്ന് പറയും. ദെൻ സൈക്കോസിസിൽ ഏറ്റവും പ്രധാനം നമ്മൾ ഉപയോഗിക്കുന്നത് ആന്റി സൈക്കോട്ടിക്സ് മരുന്ന് ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ഷിസോഫ്രീനിയ അല്ലെങ്കിൽ ഷൈസോഫ്രീനിയ അല്ലെങ്കിൽ സിസോഫ്രീനിയ എന്നൊക്കെ പറയും. ഞാൻ ഷൈസോഫ്രീനിയ എന്നായിരിക്കും പറയാം. ഈ മരുന്ന് ഈ രോഗത്തിനായിരിക്കും നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കും. സോ നമ്മൾ അതിന്റെ പാത്തോജെനിസിസ് ഓർ പാത്തോഫിസിയോളജി നമ്മൾ കുറച്ച് പറയേണ്ടി വരും. ഏതെല്ലാം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് ഇതിൽ ഇൻവോൾവ് എന്ന കാര്യം നമുക്ക് പറയേണ്ടി. ദെൻ തിയറീസ് റിലേറ്റഡ് ടു ഷൈസോഫ്രീനിയ 3 എണ്ണമാണ് പ്രധാനം. ഡോപ്പമിൻ ഹൈപ്പോതെസിസ് ഉണ്ട്, 5HT ഹൈപ്പോതെസിസ് ഉണ്ട്, ദെൻ ഗ്ലൂട്ടമേറ്റ് ഓർ NMDA ഹൈപ്പോതെസിസ്. സോ ഇത് നമ്മളൊന്ന് പറഞ്ഞു പോകേണ്ടി വരും. ഇത് പറയുമ്പോഴത്തേക്കും ഈ പാത്വേ നമ്മൾ പറയും, റിലേറ്റഡ് പാത്വേ, ബ്രെയിനിലുള്ള പാത്വേ ഏതാന്ന് പറയും. പാത്വേ ഏതാന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ രോഗത്തിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസിനെ പറ്റി പറയും. സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ഷിസോഫ്രീനിയ ഓർ സൈക്കോസിസ്. സോ ഇത്രയും പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആന്റി സൈക്കോട്ടിക് ഡ്രഗ്സിന്റെ ഇപ്പോൾ ആക്ഷൻ. ഒരു ആന്റി സൈക്കോട്ടിക് ഡ്രഗ്സ് പോസിറ്റീവ് സിംറ്റം കുറയ്ക്കും എന്ന് പറയുമ്പോൾ എവിടെയാണ്, എന്താണ്, ഏത് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ഇത്രയും മനസ്സിലാക്കണം, അല്ലെങ്കിൽ നമ്മൾ കാണാപ്പടം പഠിക്കേണ്ടി വരും. സോ ഈ ഭാഗങ്ങളൊക്കെ ഞാൻ പറയുന്നത് അത്യാവശ്യം വേണ്ട ഭാഗം മാത്രമാണ്. നോട്ട് ആൻ ഇലാബറേറ്റഡ് വെൽ എക്സ്പ്ലനേഷൻ ഓഫ് ഓൾ ദീസ് തിയറീസ് ഒന്നും ഞാൻ പറയില്ല. ആവശ്യത്തിന് നമുക്ക് വേണ്ട എക്സ്പ്ലനേഷൻ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടായിരിക്കും ഈ വീഡിയോ പോകുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ആന്റി സൈക്കോട്ടിക് ഡ്രഗ്സ് ക്ലാസിഫിക്കേഷനും മറ്റു കാര്യങ്ങളും നമുക്ക് പറയാം. നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ പറയാൻ പോകുന്നത് സൈക്ക് മീൻസ് മനസ്സിനെ ബാധിക്കുന്ന സൈക്കാട്രിക് ഡിസോർഡേഴ്സിന് ഉപയോഗിക്കുന്ന മരുന്നുകളെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ദ ഡ്രഗ്സ് ആക്ടിങ് ഇൻ ദ മെന്റൽ പ്രോസസ്. ആദ്യം ഈ മെന്റൽ രോഗങ്ങളെ നമുക്ക് രണ്ടാക്കാം. ഒന്ന് സൈക്കോസിസ് ആണ്, രണ്ടാമത്തത് നമുക്ക് ന്യൂറോസിസ് എന്ന് വിളിക്കാം. സോ സൈക്കോസിസ് ആൻഡ് ന്യൂറോസിസ് താരതമ്യേന ലഘുവാണ്. താരതമ്യേന ലഘു എന്ന് വെച്ചാൽ സൈക്കോസിസിനെ അപേക്ഷിച്ച് ലഘുവായ പ്രശ്നമാണ്. ആൻഡ് ഹിയർ ദ പേഷ്യന്റ് ഹാസ് ഇൻസൈറ്റ് ഓഫ് ഹിസ് ഡിസീസ് നഷ്ടപ്പെട്ടിട്ടില്ല. രോഗിക്ക് രോഗമുണ്ട് എന്ന് ഏകദേശം അറിയാം. ഇവിടുത്തെ പ്രധാന പ്രശ്നങ്ങളെല്ലാം തന്നെ ആങ്സൈറ്റി റിലേറ്റഡോ ആങ്സൈറ്റി ഓർ ഫിയർ റിലേറ്റഡ് പ്രശ്നങ്ങളാണ്. ഉദാഹരണത്തിന് ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ, GAD എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡേഴ്സ്, OCDs, അല്ലെങ്കിൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡേഴ്സ് അതാകാം, അല്ലെങ്കിൽ അനോറക്സിയ വിശപ്പില്ലായ്മ ആകാം, അല്ലെങ്കിൽ വിശപ്പ് കൂടുക, ഭക്ഷണം അമിതമായിട്ട് കഴിക്കുക, ബുളീമിയ പോലെയുള്ള പ്രശ്നമായിരിക്കാം. ഓർ ക്യാൻ ബി ഫോബിയ, എന്തിനെങ്കിലും അകാരണമായ ഭയം. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഇത് ട്രീറ്റ് ചെയ്യാനായിട്ട് വി നീഡ് ടു ഗിവ് ഓൺലി ആങ്സിയോലിറ്റിക്സോ അല്ലെങ്കിൽ ആന്റി ഡിപ്രസൻസ്, SSRIസോ അങ്ങനെയൊക്കെയുള്ള ആന്റി ഡിപ്രസൻസ് ഉപയോഗിച്ചാൽ മതി. ഇനി സൈക്കോസിസിൽ പ്രശ്നം പേഷ്യന്റ് ലോസ്റ്റ് ഹിസ് ഇൻസൈറ്റ്, നോ ഇൻസൈറ്റ് ഓഫ് ദ ഡിസീസ്. പേഷ്യന്റ് ഇൻസൈറ്റിലില്ല. ഇവിടെ ഇൻസൈറ്റ് ഉണ്ടായിരുന്നു, ഇവിടെ ഇൻസൈറ്റ് ഇല്ല. ലോസ്റ്റ് ഹിസ് ടച്ച് വിത്ത് ദ റിയാലിറ്റി ആയിട്ട് യാതൊരു ബന്ധവുമില്ല. അത് നമുക്ക് പറയുകയാണെങ്കിൽ വൺ ഈസ് ഷൈസോഫ്രീനിയ ആൻഡ് അതർ, മറ്റ് സൈക്കോസിസ്, ഷൈസോഫ്രീനിയ പ്ലസ് അതർ സൈക്കോസിസ്. രണ്ടാമത്തത് നമുക്ക് മൂഡ് ഡിസോർഡേഴ്സ് എഴുതാം. മൂഡ് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വേറൊരു വാക്കാണ് അഫക്റ്റീവ് ഡിസോർഡേഴ്സ് എന്നും വിളിക്കാം. നമ്മൾ വിളിക്കും. ഇതിനെ നമുക്ക് വീണ്ടും 3 ആക്കാം. വി ക്യാൻ ഡിവൈഡ് ഇൻറ്റു 3. വൺ ഈസ് ഇലേറ്റഡ് മൂഡ്, ഉയർന്ന ഹൈ മൂഡ്, ഇറിറ്റബിൾ മൂഡ്, അതിനെ നമുക്ക് മാനിയ എന്ന് വിളിക്കാം. രണ്ടാമത്തത് വിഷാദമാണ്, ഡിപ്രസ്ഡ് മൂഡ്, സാഡ്നസ്, അൺഹാപ്പിനെസ്, സെൽഫ് ഡിസ്ട്രക്ഷൻ, ഐഡിയേഷൻ, അതിനെയൊക്കെ നമുക്ക് ഡിപ്രഷൻ എന്ന് വിളിക്കാം. ഡിപ്രഷൻ ഓർ യൂണിപോളാർ ഡിപ്രഷൻ എന്ന് പറയുന്നതായിരിക്കും കൃത്യം, യൂണിപോളാർ ഡിപ്രഷൻ. ഇനി മൂന്നാമത്തത്, ഇത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഡിപ്രഷൻ ഉള്ള ഒരാൾക്ക് ഒരു എപ്പിസോഡെങ്കിലും മാനിയ വന്നിട്ടുണ്ടെങ്കിൽ, ഇഫ് ദ ഒക്കേർഡ് ആൻ എപ്പിസോഡ് ഓഫ് മാനിയ, അതിനെ നമ്മൾ ബൈപോളാർ ഡിസോർഡർ എന്നാണ് വിളിക്കുന്നത്. ബൈപോളാർ ഡിസോർഡർ ഓർ ബൈപോളാർ ഡിപ്രഷൻ എന്ന് വിളിക്കും. സോ ഇതിന്റെയും മിക്സ് ആണ്. ദർ ഈസ് ഡിപ്രഷൻ വിത്ത് എപ്പിസോഡ് ഓഫ് മാനിയ. സൈക്കോസിസിലെ പ്രധാന ഷിസോഫ്രീനിയ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇനി മറ്റ് കാരണങ്ങൾ കൊണ്ടും സൈക്കോസിസ് ഉണ്ടാകാം. ഉദാഹരണത്തിന് ഹാലൂസിനോജൻസ് വഴി ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് ഉണ്ടാക്കാം. ഉദാഹരണം LSD അല്ലെങ്കിൽ MDMA, മെത്താംഫെറ്റമിൻ, സിലോബൈൻ, ഇങ്ങനെയൊക്കെയുള്ള പല കെമിക്കൽസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് ഉണ്ട്. ഓക്കെ, ദെൻ സൈക്കോസിസ് ഇൻ ഡെമൻഷ്യ ഉണ്ട്. സൈക്കോസിസ് ഇൻ ഡെമൻഷ്യ,
മറവി രോഗം, അൽഷീമേഴ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഡെമൻഷ്യ അത് വരാം. ദെൻ പാർക്കിൻസൺസ് ഡിസീസ്, മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ടത് പാർക്കിൻസൺസ് രോഗമുള്ള ആൾക്കാർക്ക് സൈക്കോസിസ്, പാർക്കിൻസൺസ് ഡിസീസ്, സൈക്കോസിസ്. സോ സൈക്കോസിസ് ക്യാൻ ബി ഓഫ് ഡിഫറെന്റ് ടൈപ്പ്. അതിൽ ഏറ്റവും പ്രധാനം നമ്മൾ ആന്റിസൈക്കോട്ടിക് ഡ്രഗ് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനം രോഗം ഷിസോഫ്രീനിയ എന്ന് പറഞ്ഞു. ഇനി ഷിസോഫ്രീനിയയിൽ തന്നെ പല ടൈപ്പ് വേണമെങ്കിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു പോകാം. നമുക്ക് പാരനോയിഡ് ടൈപ്പ് ഉണ്ട്. പാരനോയിഡ് ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വട്ട് പേഷ്യന്റ് ഈസ് ഹാവിംഗ് പെർസിക്യൂഷൻ ടൈപ്പ് ഓഫ് തിങ്കിങ് പ്രോസസ്, തന്നെ എല്ലാവരും ക്രൂശിക്കുന്നു അങ്ങനെയൊക്കെയുള്ള തിങ്കിങ് പ്രോസസ് ആണ്. ഫിയർ ആയിരിക്കും പ്രധാനം. ദെൻ കാറ്ററ്റോണിയ ടൈപ്പ് ഉണ്ട്. കാറ്ററ്റോണിയ മീൻസ് എവിടെയെങ്കിലും ഇങ്ങനെ ഇരിക്കുക. ഓക്കെ, അതാണ് ഫ്രോസൺ ബിഹേവിയർ എന്ന് പറയാം. ഇതിന്റെ രണ്ടിന്റെയും കൂടി മിക്സ്. ഇങ്ങനെ പല ടൈപ്പ് ഉണ്ട് ഷിസോഫ്രീനിയ. പുതിയ DSM-5 എന്ന് വെച്ചാൽ ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ, ഇത് പ്രകാരം ഈ പാരനോയിഡ്, കാറ്ററ്റോണിയ ടൈപ്പ് ഇങ്ങനെയൊക്കെ മാറ്റി. എന്നാലും ഞാൻ പഴയ ബുക്കുകളിലൊക്കെ അത് കാണാം, അതുകൊണ്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ദെൻ ഇപ്പൊ ഇതിനൊപ്പം മാനിയക് ഡിപ്രസീവ് സിംറ്റംസ് കൂടി ഉണ്ടെങ്കിൽ ഇപ്പൊ അതിനെ വിളിക്കുക ഷൈസോ അഫക്റ്റീവ് ഡിസോർഡേഴ്സ് എന്നായിരിക്കും നമ്മൾ പറയാം. സോ നൗ ടു ഷിസോഫ്രീനിയ. ഇതൊരു സൈക്കാട്രിക് ഇൽനെസ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സിവിയർ മാനസിക രോഗമാണ്, സിവിയർ മെന്റൽ ഇൽനെസ്. പേഷ്യന്റ് ലോസ്റ്റ് ഹിസ് ഇൻസൈറ്റ്, ലോസ് ഓഫ് ഇൻസൈറ്റ്, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നോ ടച്ച് വിത്ത് ദ റിയാലിറ്റി ഓഫ് വേൾഡ്, ലോകത്തിന്റെ റിയാലിറ്റി ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത അവസ്ഥ. ആൻഡ് ഇത് ജീവിതകാലം മുഴുവൻ ബാധിക്കുന്ന രോഗിയുടെ തോട്ട് പ്രോസസ്സിനെ മാറ്റുന്ന ഒരു ചിന്താരീതികൾ മാറ്റുന്ന ഒരു തോട്ട് ഡിസോർഡർ ആണ്. സോ യു ക്യാൻ റൈറ്റ് ദിസ് ആസ് എ തോട്ട് ഡിസോർഡർ. സീരിയസ് ഡിസ്റ്റോർഷൻ ഓഫ് തോട്ട്, രോഗിയുടെ ലോകത്തോടുള്ള പെർസെപ്ഷൻ തന്നെ മാറുന്നു, യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധമില്ലാത്താവുന്നു. സോ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നേരാവണ്ണം ചിന്തിക്കാൻ കഴിയാതെ വരുന്നു. സോ അൾട്ടിമേറ്റ്ലി ദിസ് അഫക്ട്സ് ദ ബിഹേവിയർ. സോ ബിഹേവിയർ ഓഫ് ദ പേഷ്യന്റ് ഈസ് ഓൾട്ടേർഡ്, ഓർ രോഗിയുടെ സ്വഭാവം, ബിഹേവിയർ തന്നെ മാറുന്നു. സോ ബിഹേവിയർ മാറുന്നു, തോട്ട് പ്രോസസ് മാറുന്നു. ദിസ് ക്യാൻ അഫക്ട് ഹിസ് സോഷ്യൽ ലൈഫ്, സോഷ്യൽ, ഒക്കുപേഷണൽ ആൻഡ് ഇമോഷണൽ തുടങ്ങി എല്ലാ സ്ഫിയേഴ്സ് ഓഫ് ലൈഫിലും പ്രശ്നങ്ങൾ, ദിസ് കോസസ് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. ഇതുമൂലം ഉണ്ടാകുന്ന പ്രശ്നം രോഗിക്ക് മാത്രമല്ല, രോഗിയുടെ കൂടെ ഉള്ളവർക്കും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതാണ് ഒരു പ്രശ്നം. ഇനി പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാരിലാണെങ്കിൽ, പുരുഷന്മാരിലാണ് ഒരു 18 to 25 വയസ്സ്, ഈ പ്രായത്തിലായിരിക്കും ഉണ്ടാവുക ഷിസോഫ്രീനിയ. പക്ഷെ സ്ത്രീകളിലാണെങ്കിൽ അത് കുറച്ചും കൂടി വൈകിട്ടാണ്, 26 to 45 ഇയേഴ്സ് ആണ് ലോകത്ത് മൊത്തം ഉള്ള ഒരു ആവറേജ് ഏജ് ഗ്രൂപ്പ് നമ്മൾ പറയും. സോ ദിസ് ഈസ് ഫോർ മെയിൽ ആൻഡ് ദിസ് ഈസ് ഫോർ ഫീമെയിൽ. ആൻഡ് ലോകത്തിലെ മൊത്തം ജനസംഖ്യയുടെ 0.7% ഈസ് അഫക്റ്റഡ്. ഷിസോഫ്രീനിയ ഉണ്ടാകാവുന്ന രോഗമാണ് എന്ന് പറയുന്നു, അഫക്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇനി രോഗമുള്ളവരുടെ ബ്രെയിൻ പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്കും ബ്രെയിന്റെ മാസ് ഓഫ് ദ ബ്രെയിൻ ഈസ് റിഡ്യൂസ്, അത് കുറഞ്ഞിട്ടുണ്ട്. മാസ് ആൻഡ് ഓൾസോ വോളിയം ഓഫ് ദ ബ്രെയിൻ എന്ന് പറയുമ്പോൾ കോർട്ടക്സ് ഓഫ് ദ ബ്രെയിനും കുറഞ്ഞിട്ടുണ്ട്. ബ്രെയിന്റെ കോർട്ടിക്കൽ മാസ് അതെല്ലാം കുറവ്. ദെൻ എന്തെങ്കിലും കൂടിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻട്രിക്കിളിന്റെ സൈസ്, വെൻട്രിക്കിൾസ് ഓഫ് ദ ബ്രെയിൻ ബിക്കം കുറച്ച് വലിപ്പ വർധന. വെൻട്രിക്കിൾസ് എന്ന് വെച്ചാൽ ക്യാവിറ്റിയാണ്. ക്യാവിറ്റി വർദ്ധിക്കുമ്പോഴത്തേക്ക് മാസും കുറയുന്നു നമുക്കറിയാം. സോ ക്യാവിറ്റീസ് ഓർ വെൻട്രിക്കിൾസ് ഓഫ് ദ ബ്രെയിൻ ബിക്കം എൻലാർജ്, വലിപ്പ വർധന. ദെൻ ഇതൊക്കെ നമ്മൾ പോസ്റ്റ്മോർട്ടം സ്റ്റഡീസിൽ നിന്ന് നമുക്ക് പഠിച്ചിട്ടുള്ളതാണ്, മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇനി ചോദ്യം എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്നാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എന്ന് തന്നെയാണ് ഉത്തരം. വി ഡോണ്ട് നോ എക്സാക്ട്ലി വൈ ദിസ് ഈസ് ഹാപ്പനിങ്. എന്നാലും ബ്രെയിനിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഓഫ് ദ ബ്രെയിനിൽ ഉണ്ടാകുന്ന അബറേഷൻ ഇൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഇതാണ് പ്രധാനപ്പെട്ട തകരാറ്. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ട്, അടിസ്ഥാനമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ആൻഡ് ഒരു കാര്യം പറയുന്നത് ജനറ്റിക് ആൻഡ് ഓൾസോ എൻവയോൺമെന്റൽ റീസൺസ് ആണ്. ജനറ്റിക് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രോഗം ഉണ്ടാവുന്ന ആൾക്കാരുടെ പ്രൈമറി റിലേറ്റീവ്സ്, സെക്കൻഡറി ഓർ തേർഡ് ഡിഗ്രി റിലേറ്റീവ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ അവർക്ക് ചാൻസസ് ഓഫ് ഈ ഡിസീസ് കോസ് ചെയ്യാനുള്ള സാധ്യത അവർക്ക് കൂടുതലായിട്ട് കാണപ്പെടുന്നു. സോ ഇറ്റ് മേ ഹാവ് സം ജനറ്റിക് റീസൺ. ദെൻ പിന്നെയുള്ള ഒരു പ്രശ്നം, ഗർഭത്തിലായിരിക്കുമ്പോൾ മദറിലുണ്ടാവുന്ന ചില വൈറൽ ഇൻഫെക്ഷൻസ്, ഇൻഫ്ലുവൻസ് ആകാം, അല്ലെങ്കിൽ മറ്റ് വേറെ വൈറൽ ഡിസീസ് ആകാം, അല്ലെങ്കിൽ ഡ്യൂറിങ് ലേബറിന്റെ സമയത്ത് ഉണ്ടാകുന്ന ഓക്സിജൻ ഡിപ്രിവേഷൻ, അല്ലെങ്കിൽ ഹൈപ്പോക്സിയ ഓഫ് ദ ബ്രെയിൻ. ദെൻ സിവിയർ ചൈൽഡ്ഹുഡ് ട്രോമാസ് ഇൻ ചൈൽഡ്ഹുഡ്, ഇതായിരിക്കാം റീസൺ. സബ്സ്റ്റൻസ് അബ്യൂസ്. സോ ഇങ്ങനെയൊക്കെയുള്ള പല റീസൺസും ദിസ് ഷിസോഫ്രീനിയ ഉണ്ടാവാനായിട്ടുള്ള പല കാരണങ്ങളായിട്ട് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് പാത്തോജെനിസിസ് ആൻഡ് പാത്തോഫിസിയോളജി ഭാഗമാണ്. പാത്തോ റിലേറ്റഡ് ഏരിയസിനെ കുറിച്ചിട്ടാണ് ഇനി നമുക്ക് പറയേണ്ടത്. ബ്രെയിനിലെ ന്യൂറോ ട്രാൻസ്മിറ്ററുകളിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഈ അസുഖം ഉണ്ടാകാനുള്ള കാരണം എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതിൽ ഏത് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഏറ്റവും പ്രധാനി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവിധ ഉത്തരങ്ങൾ നമുക്ക് കിട്ടും. എന്നാലും ക്ലിനിക്കൽ എഫിക്കസി ബേസിൽ പറഞ്ഞാൽ, ഉപയോഗിക്കുന്ന മരുന്നുകളുടെ ബേസിൽ വെച്ച് പറയുകയാണെങ്കിൽ 1 is 5-HT ആൻഡ് 2nd is ഡോപ്പമിൻ എതിർ മരുന്നുകളാണ് നമ്മൾ ആദ്യം കൊടുത്തുകൊണ്ടിരുന്നത്. ആൻഡ് ഇതിൽ തന്നെ ആത്യന്തികമായി കുറച്ച് നമുക്ക് ഇത് ഡോപ്പമിന് കൊടുക്കാം. പക്ഷെ 5-HT മരുന്നുകളാണ് ഫസ്റ്റ് ലൈൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കും. അപ്പൊ നമുക്ക് ഈ ഡോപ്പമിൻ ഹൈപ്പോത്തിസിസ്
ഹൈപ്പോത്തിസിസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഡോപ്പമിൻ ആണ് അസുഖത്തിന് കാരണം എന്ന് പറയുന്നതിനാണ് നമ്മൾ ഡോപ്പമിൻ ഹൈപ്പോത്തിസിസ് എന്ന് നമ്മൾ പറയാം. സോ ഇത് ബ്രെയിൻ ആണ്, ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചാണ്. സോ ഇത് ബ്രെയിനിന്റെ മിഡ് ബ്രെയിൻ ഭാഗമാണ്. മിഡ് ബ്രെയിൻ ഈസ് ദ മിഡ് ബ്രെയിൻ ഭാഗം. ഓക്കെ, ബ്രെയിനിലെ മീസോലിംബിക് സിസ്റ്റത്തിൽ ഡോപ്പമിൻ വർദ്ധിക്കുന്നു. മീസോലിംബിക് സിസ്റ്റത്തിൽ ഇൻക്രീസ്ഡ് ഡോപ്പമിൻ. ഇതാണ് വൺ ഹൈപ്പോത്തിസിസ്, ഡോപ്പമിൻ ഹൈപ്പോത്തിസിന്റെ ഒരു ഭാഗം. ഇതുണ്ടാകുന്ന വർധനയാണ് രോഗത്തിന് കാരണം എന്ന് പറയാം. സോ മീസോലിംബിക് സിസ്റ്റം, മീസോ മീൻസ് മിഡ് ബ്രെയിൻ എന്നാണ് അർത്ഥം. ലിംബിക് എന്ന് പറഞ്ഞാൽ ബ്രെയിന്റെ കോട്ടക്സിന് താഴെയുള്ള വിവിധ, ഇത് കോട്ടക്സ് ആണെങ്കിൽ ഈ കോട്ടക്സിന് താഴെയുള്ള വിവിധ ഓർഗൻസ് ഒക്കെ ചേരുന്നതാണ്. അതിൽ നമ്മൾക്കിപ്പോ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ന്യൂക്ലിയസ് അക്യുംബൻസ് ആണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാം. സോ മിഡ് ബ്രെയിനിൽ, ഇത് മിഡ് ബ്രെയിൻ ആണെങ്കിൽ ഇവിടെയുള്ള ഒരു ഏരിയ ആണ് വെൻട്രൽ ടെഗ്മെന്റൽ ഏരിയ, VTA നമുക്ക് വിളിക്കാം. VTA-യിൽ നിന്നാണ് ഡോപ്പമിൻ ഉണ്ടാവുക. സോ ഇവിടെ നിന്ന് പുറപ്പെടുന്ന ഒരു ന്യൂറോൺ, VTA ഇതാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു ന്യൂറോണിന്റെ ഇത് സെൽ ബോഡി ആണെങ്കിൽ ഇങ്ങനെ അങ്ങ് പോവാണ്. സോ തിങ്ക് ദാറ്റ് എ ന്യൂറോണൽ ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ് ആർ ഗോയിങ് ടു ദ ന്യൂക്ലിയസ് അക്യുംബൻസ്. സോ ഈ ലിംബിക് സിസ്റ്റത്തിൽ വന്ന് അവസാനിക്കും. സോ ദിസ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ഡോപ്പമിൻ പാത്വേ ഇൻ ദ ബ്രെയിൻ. ഡോപ്പമിൻ പാത്വേ, ഇതിനാണ് നമ്മൾ മീസോലിംബിക് പാത്വേ എന്ന് പറയും. സോ ഫ്രം ദ വെൻട്രൽ ടെഗ്മെന്റൽ ഏരിയ ഓഫ് ദ മിഡ് ബ്രെയിൻ ടു ദ ന്യൂക്ലിയസ് അക്യുംബൻസ്. സോ ഇവിടെ റിലീസ് ചെയ്യുന്നത് ഡോപ്പമിൻ ആണ്. സോ ഇൻക്രീസ്ഡ് റിലീസ് ഓഫ് ഡോപ്പമിൻ ഇൻ ദ മീസോലിംബിക് സിസ്റ്റം, എസ്പെഷ്യലി ഇൻ ദ ന്യൂക്ലിയസ് അക്യുംബൻസ്. ഓക്കെ, സോ ന്യൂക്ലിയസ് അക്യുംബൻസിൽ ഡോപ്പമിൻ ഫ്ലഡഡ് ആവുന്നു. ഇതുമൂലം ഉണ്ടാവുന്ന പ്രശ്നങ്ങളെയാണ് നമ്മൾ പോസിറ്റീവ് സിംപ്റ്റംസ് ഓഫ് ദ ഡിസീസ് എന്ന് പറയാം. പോസിറ്റീവ് സിംപ്റ്റംസ് ഓഫ് ദ ഡിസീസ് ഉണ്ടാക്കുന്നത് ഇത് കാരണമാണ്. സോ വി ആർ നൗ ടോക്കിംഗ് അബൌട്ട് പോസിറ്റീവ് സിംപ്റ്റം. പോസിറ്റീവ് സിംപ്റ്റംസ് ആൻഡ് സൈൻ ആണ് ഷൈസോഫ്രീനിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. സോ പോസിറ്റീവ് സിംപ്റ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗിയിൽ പുതുതായി ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. ദാറ്റ് മീൻസ് രോഗിയിൽ ഇത്ര നാളില്ല, പുതുതായിട്ട് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, പുതുതായി ആഡ് ചെയ്യപ്പെട്ട ഇമോഷണൽ ഓർ സൈക്കോളജിക്കൽ എഫക്ട്സിനെയാണ് നമ്മൾ പോസിറ്റീവ് സിംപ്റ്റംസ് എന്ന് പറയാം. ഇതിനെ നമുക്ക് രണ്ടാക്കി തിരിക്കാം. One is delusion, delusions, and second is hallucination. Delusion and hallucination എന്ന് രണ്ടായി തിരിക്കും. Delusion എന്ന് പറഞ്ഞാൽ ഫിക്സഡ് തിങ്കിങ് ആണ്, ഫിക്സഡ് ഐഡിയ. സോ ഇത് പലതരത്തിലുള്ളതാകാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡെലൂഷൻസ് ആർ ദർ. സോ ഈ അസുഖത്തിൽ ഉണ്ടാകുന്ന ഒരെണ്ണം ഡെലൂഷൻ ഓഫ് റെഫറൻസ് ആണ്. റെഫറൻസ്, ഡെലൂഷൻ ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ചുറ്റും നടക്കുന്നതെല്ലാം താനുമായി ബന്ധപ്പെട്ടുള്ള എന്തോ ആണ് എന്ന് കരുതുന്നതാണ് ഈ രോഗം, ഈ പ്രശ്നം. ഓക്കെ, ഡെലൂഷൻ ഓഫ് റെഫറൻസ്. സോ ഇപ്പൊ വീടിന് മുന്നിലൂടെ ഒരാൾ പോയി കഴിഞ്ഞാൽ അയാൾ തന്നെ നിരീക്ഷിക്കാൻ വന്നാണെന്ന് തോന്നും, അല്ലെങ്കിൽ അയാൾ പോലീസുകാരനാണെന്ന് തോന്നും, അയാൾ തന്നെ പിടിക്കാൻ വന്നാണെന്ന് തോന്നും, അല്ലെങ്കിൽ അയാൾ തന്നെ കൊല്ലാൻ വന്നതാണെന്ന് തോന്നും. സോ ഇങ്ങനെയൊക്കെ ചുറ്റും നടക്കുന്നതെല്ലാം താനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ന് ചിന്തിക്കുന്നതിനെയാണ് നമുക്ക് ഡെലൂഷൻ ഓഫ് റെഫറൻസ് എന്ന് പറയാം. സോ ഒരുപാട് ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല, ജസ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ഒരു ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ ആണ്. ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ എന്ന് വെച്ചാൽ തന്നെ എല്ലാവരും ക്രൂശിക്കുക, എല്ലാവരും കുറ്റാരോപിതനായിട്ട് കാണുന്നു, താനാണ് ഉത്തരവാദി എന്ന് കരുതുന്നു എന്ന് ചിന്തിക്കുന്നതിനാണ് ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ എന്ന് പറയാം. വേറെ തരം ഡെലൂഷൻ ആണ് ഡെലൂഷൻ ഓഫ് ഗ്രാൻഡിയോർ. ഗ്രാൻഡിയോർ എന്ന് പറയുന്ന ഡെലൂഷനിൽ തനിക്ക് അമാനുഷ്യ ശക്തികൾ ഉണ്ട് എന്ന് തോന്നാം, അല്ലെങ്കിൽ താനിപ്പോ ഒരു സീക്രട്ട് ഏജന്റ് ആണ് ഗവൺമെന്റിന്റെ എന്നൊക്കെ തോന്നുന്നു. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ ദൈവത്തിന്റെ പ്രവാചകനാണ് താൻ എന്ന് പറയുന്നതും ഒരു ഡെലൂഷൻ ഓഫ് ഗ്രാൻഡിയർ ആണ്. സോ ഇങ്ങനെയൊക്കെ തോന്നുന്ന പ്രശ്നങ്ങളാണ്. ദീസ് ആർ സം ഓഫ് ദ ഡെലൂഷൻസ്. ഇനിയുണ്ട് ഒരുപാട് ഡെലൂഷൻസ് ഉണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഒരു പോസിറ്റീവ് സിംപ്റ്റം ഈസ് ഡെലൂഷൻ. രണ്ടാമത്തെ പോസിറ്റീവ് സിംപ്റ്റം ഈസ് ഹാലൂസിനേഷൻസ് ആണ്. ഹാലൂസിനേഷൻസ് ഇപ്പൊ നമുക്ക് 5 തരം സെൻസറി ഓർഗൻസ് ആണ്. വൺ വി ഹാവ് സ്കിൻ ഉണ്ട്, ദെൻ ഐ ഉണ്ട്, ഇയർ ഉണ്ട്, ടേസ്റ്റ് ഉണ്ട്, സ്മെൽ. സോ എല്ലാത്തരം സെൻസറി ഹാലൂസിനേഷൻ ഉണ്ടാകാം. സോ ഏത് സെൻസേഷൻ ഒറിജിനേറ്റ് ചെയ്യുന്നതനുസരിച്ചിരിക്കും ഇങ്ങനെയുള്ള ഹാലൂസിനേഷൻ. സോ ഇതിനകത്ത് ഷിസോഫ്രീനിയയിൽ ഏറ്റവും കൂടുതലുള്ളത് ഓഡിറ്ററി ഹാലൂസിനാണ്. ഓഡിറ്ററി ഹാലൂസിനേഷൻ എന്ന് വെച്ചാൽ ബ്രെയിനിലിരുന്ന് തന്നോട് ആരോ ഒരാളെല്ലാം സംസാരിക്കുന്നു, പറയുന്നു, നിർദ്ദേശങ്ങൾ നൽകുന്നു എന്ന് തോന്നിക്കൊണ്ടിരിക്കുന്നതിനാണ് ഓഡിറ്ററി ഹാലൂസിനേഷൻ എന്ന്. തോന്നിക്കൊണ്ടിരിക്കുകയല്ല, പുള്ളിക്ക് യഥാർത്ഥമായിട്ട് അത് കേൾക്കാം. ഹി ക്യാൻ ഹിയർ ദ വോയിസ്, ബട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ആ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും ഇയാളെല്ലാം ചെയ്യുക. ഇനി ഓഡിറ്ററി അല്ലാതെ വിഷ്വൽ ഹാലൂസിനേഷൻ, ഇപ്പോൾ LSD പോലുള്ള മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ വിഷ്വൽ ഹാലൂസിനേഷൻ ആണ്. നമ്മൾ ജനറലി ഷിസോഫ്രീനിയെ പറ്റി പറയുമ്പോൾ ഓഡിറ്ററി ഹാലൂസിനേഷൻ ആണ് കൂടുതൽ. ഇനി ഇതുണ്ടാവാൻ ഉള്ളൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വൊലീഷൻ ഓഫ് അബറൻസ് എന്നാണ് പറയാം. വൊലീഷൻ ഓഫ് അബറൻസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോ ബ്രെയിനിൽ പല കാര്യങ്ങളും ഇങ്ങനെ വന്നിട്ടുണ്ടാവും, ബട്ട് വി ഡോണ്ട് ഗിവ് ഇമ്പോർട്ടൻസ്. നമ്മൾ ആവശ്യമുള്ള കാര്യത്തിന്, ഇപ്പൊ ഞാൻ ഈ
ക്ലാസ് എടുക്കുമ്പോൾ ഈ ക്ലാസ്സിനുള്ള കാര്യങ്ങളെ പറ്റി മാത്രമാണ് ഞാൻ പറയുകയും ചെയ്യുക. മറ്റൊരുപാട് റെസ്പോൺസ് ബ്രെയിനിൽ വരുന്നുണ്ട്, അതെല്ലാം ബ്രെയിൻ തള്ളിക്കളയാണ് ചെയ്യുക. പക്ഷെ ഈ രോഗികളിൽ അങ്ങനെയല്ല, ദേ ആർ ടേക്കിംഗ് ഈച്ച് ആൻഡ് എവരിത്തിങ്. ഓക്കെ, സൈക്കോസിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടവയ്ക്കല്ലാത്തതിനെല്ലാം കൊടുക്കും, വേണ്ടാത്ത കാര്യങ്ങൾക്കെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കും. രോഗി ചെയ്യുന്നതിന് തമ്മിൽ അപ്പോൾ യാതൊരു ബന്ധം ഉണ്ടാവില്ല. കാരണം ഒരു ഇമ്പൾസ് പറയുന്നത് അത് ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത ഇമ്പൾസ് വരുന്നു, വേറൊന്നും ചെയ്യുന്നു. ഓക്കെ, സോ സംസാരം ക്രമമാവില്ല, പരസ്പര ബന്ധം ഉണ്ടാവില്ല, തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഈ ഇത്തരം ഹാലൂസിനേഷൻസ് വന്നിട്ട് വൊലീഷൻ ഓഫ് അബറൻസ് എന്ന് പറയുന്നത്. സോ പോസിറ്റീവ് സിംറ്റംസ് ക്യാൻ മേക്ക് പേഷ്യന്റ് വയലന്റ് ആക്കാം. ഇതെല്ലാം കൂടി ചേരുമ്പോൾ രോഗി വയലന്റ് ആകും, അജിറ്റേറ്റഡ് ആക്കാം. ആൻഡ് ഹി ഈസ് നോട്ട് ആക്ടിങ് നോർമലി, ഹി ഈസ് ആക്ടിങ് ഔട്ട് ഓഫ് പ്രപ്പോർഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്നതായിട്ടായിരിക്കും നമുക്കത് ഫീൽ ചെയ്യുക. സോ ഇതാണ് വെൻട്രൽ ടെഗ്മെന്റൽ ഏരിയയിൽ നിന്ന് ഇങ്ങോട്ടേക്ക്. ദിസ് ഇസ് ന്യൂക്ലിയസ് അക്യുംബൻസ് ആണെന്ന് ഞാൻ പറഞ്ഞു. ന്യൂക്ലിയസ് അക്യുംബൻസിലേക്ക് പോകുന്ന ലിംബിക് സിസ്റ്റത്തിൽ കൂടുതലായി ഡോപ്പമിൻ ഉണ്ടാകുന്നത് മൂലമുള്ള പോസിറ്റീവ് സൈൻസ് ആൻഡ് സിംറ്റം. ആൻഡ് ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് ഡോപ്പമിൻ മൂലമാണെന്ന് നമുക്കറിയാം. അപ്പോൾ D2 റിസപ്റ്റർ ആണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. വിൽ ബി ടോക്കിംഗ് അബൌട്ട് ദ D2 റിസപ്റ്റർ. പക്ഷേ നമ്മൾ D2 റിസപ്റ്റർ അന്റഗോണിസ്റ്റ് കഴിക്കുമ്പോൾ പല മരുന്നുകളും അതാണ്, ഈ ലക്ഷണങ്ങളൊക്കെ പോകും. പക്ഷെ മറ്റു ചില ലക്ഷണങ്ങൾ പിന്നെയും നിലനിൽക്കും. ഈ പ്രശ്നങ്ങളൊക്കെ കുറയെങ്കിലും വേറെ ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. സോ അപ്പൊ നമുക്ക് മനസ്സിലായത് D2 ഈ പാത്വേയിലുള്ള പ്രശ്നം മാത്രമല്ല, മറ്റു ചില പാത്വേകൾ കൂടി പ്രശ്നമുണ്ട്. അപ്പൊ ഡോപ്പമിനുള്ള മറ്റ് രണ്ടാമത്തെ പാത്വേ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇനി വെൻട്രൽ ടെഗ്മെന്റൽ ഏരിയയിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ന്യൂക്ലിയസ് അക്കംബൻസിലേക്ക് മാത്രമല്ല ഫൈബേഴ്സ് പോകുന്നത്, മറ്റ് ചില ഭാഗങ്ങൾ കൂടി പോകുന്നുണ്ട്. സോ ഇതായിരുന്നു നമ്മൾ പറഞ്ഞ വെൻട്രൽ ടെഗ്മെന്റൽ ഏരിയ എന്ന് പറയുന്നത്. സോ ഇത് പോകുന്ന രണ്ടാമത്തെ ഒരു പാത്വേ ആണ്. ഇതിന് നമ്മൾ മീസോ മീൻസ് മിഡ് ബ്രെയിൻ, മീസോ കോർട്ടിക്കൽ പാത്വേ എന്നാണ് പറയുന്നത്. കോർട്ടിക്കൽ മീൻസ് സംതിങ് റിലേറ്റഡ് ടു കോർട്ടക്സ് ഓഫ് ദ ബ്രെയിൻ കോർട്ടക്സിലേക്ക് പോകുന്ന പാത്വേ ആണ്. സോ ഇഫ് ദിസ് ഈസ് വെൻട്രൽ ടെഗ്മെന്റൽ ഏരിയ, ഇവിടെ നിന്ന് മീഡിയൻ ബണ്ടിൽ ഫൈബർ വഴി സോ ഇങ്ങോട്ടേക്ക് പോയി പിന്നെ ബ്രെയിനിൽ മൊത്തം പോകുന്ന ബ്രെയിൻ കോർട്ടക്സിലേക്ക് മൊത്തം പോകുന്ന ഒരു പാത്വേ ആണ് നമ്മൾ മീസോ കോർട്ടിക്കൽ പാത്വേ എന്ന് പറയുക. ആൻഡ് ബ്രെയിൻ കോർട്ടക്സ്, ഇതാണ് കോർട്ടക്സ് എങ്കിൽ ഈ കോർട്ടക്സിന്റെ പ്രവർത്തനം ശരിയായിട്ട് നടക്കണമെങ്കിൽ ഇവിടെ നിന്നുള്ള ഈ ഡോപ്പമിൻ റിലീസ് ചെയ്യുന്ന ഈ സിസ്റ്റം ആവശ്യമാണ്. സോ രോഗിക്ക് നമ്മൾ പോസിറ്റീവ് സിംറ്റംസ് പറഞ്ഞു, പോസിറ്റീവ് സിംറ്റംസ് ഡെലൂഷനും ഹാലൂസിനേഷനും എന്ന് പറഞ്ഞു. ഇതുണ്ടാകുമ്പോഴാണ് നമ്മൾ രോഗിയെ അധികം ശ്രദ്ധിച്ച് തുടങ്ങുക. പക്ഷെ അതിനു മുമ്പ് നേരത്തെ ഉണ്ടായിരുന്ന ഇയാൾക്ക് രോഗിക്ക് പ്രശ്നം, അതിനെ നമ്മൾ പ്രോഡ്രോമൽ സൈൻസ് എന്നാണ് പറയാ. പ്രൊഡ്രോമൽ സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ടായിരുന്നു. അത് ഈ പാത്വേയുടെ പ്രശ്നമാണ്, മീസോകോർട്ടിക്കൽ പാത്വേയുടെ പ്രശ്നമാണ്. സത്യത്തിൽ ഇവിടെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഡോപ്പമിൻ ഹൈപ്പോ ഫംഗ്ഷൻ ആണ്. ഹൈപ്പോഫങ്ഷൻ എന്ന് വെച്ചാൽ ഡോപ്പമിൻ കുറയുന്നതാണ് പ്രശ്നം, അമിതമാവുന്നതല്ല പ്രശ്നം എന്നാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിക്കുക, ഹൈപ്പോ ഫംഗ്ഷൻ. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ മീസോ ലിംബിക് പാത്വേയെ പറ്റി നമ്മൾ പറഞ്ഞത് ഡോപ്പമിൻ കൂടുന്നതാണ് പ്രശ്നം എന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നത് ഡോപ്പമിൻ കുറയുന്നതാണ് പ്രശ്നം എന്നാണ് പറയുന്നത്. സോ ഇൻ മീസോ കോർട്ടിക്കൽ പാത്വേ ഡോപ്പമിൻ ഹൈപ്പോ ഫംഗ്ഷൻ, ഇവിടെ നിന്ന് ഡോപ്പമിൻ റിലീസ് ചെയ്യുന്നത് കുറയുന്നു, കുറെ നാളായിട്ട് കുറവായിരുന്നു. സോ ഇപ്പൊ ഉണ്ടാകുന്ന പ്രശ്നത്തെയാണ് നമ്മൾ നെഗറ്റീവ് സിംറ്റംസ് ഓഫ് ദ ഡിസീസ് എന്ന് പറയുന്നത്. നെഗറ്റീവ് സിംറ്റംസ് ഓഫ് ഷിസോഫ്രീനിയ. ആക്ച്വലി നെഗറ്റീവ് സിംറ്റംസ് ആയിരിക്കും ആദ്യം ഉണ്ടാകുക. സോ ഇവിടെയാണ് നമുക്കറിയാവുന്നത് പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് ഒക്കെ ഇവിടെയാണ്. ബ്രെയിനിന്റെ ഇത് നമ്മുടെ കണ്ണാണെങ്കിൽ ഇത് മൂക്ക് ഒക്കെ ആണെങ്കിൽ ഇതാണ് നമ്മുടെ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്നത്. സോ ഡിസിഷൻ ടേക്കിംഗ്, എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ഇന്റലിജൻസ്, ഇതെല്ലാം ഇവിടെയാണ് നമുക്കറിയാം. സോ അതുകൊണ്ട് രണ്ട് തരം പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. വൺ ഈസ് കോഗ്നിറ്റീവ് പ്രോബ്ലംസ്, കോഗ്നിറ്റീവ് സിംറ്റംസ് ഉണ്ടാക്കാം. രണ്ടാമത്തത് ഞാൻ പറഞ്ഞു ഓൾറെഡി, നെഗറ്റീവ് സിംറ്റംസ് ഉണ്ടാക്കാം. സോ എന്താണ് നെഗറ്റീവ് സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നെഗറ്റീവ് സിംറ്റംസിലെ ഒന്ന് ഇമോഷണൽ ഫ്ലാറ്റനിങ് ആണ്. ഇമോഷണൽ ഫ്ലാറ്റനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമലായിട്ട് ഉണ്ടാവേണ്ട പല വികാരങ്ങളും എല്ലാം കുറയുന്നു. സന്തോഷം, ദുഃഖം, വ്യസനം, സോ ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് നോർമലായിട്ടുള്ള എല്ലാം കുറവാണ്, എല്ലാം നഷ്ടപ്പെടും. സോ നമുക്ക് നേരത്തെയുള്ള പല ഗുണങ്ങളും നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമ്മൾ ഇവയെ നെഗറ്റീവ് സിംറ്റംസ് എന്ന് പറയുന്നത്. സോ സംതിങ് വിച്ച് ഈസ് ലോസ് ഫ്രം ദ പേഷ്യന്റ്. ഓക്കെ, സോ അതിനാണ് നമ്മൾ നെഗറ്റീവ് സിംറ്റംസ്. സോ പോസിറ്റീവ് സിംറ്റംസ് എന്ന് പറയുന്നത് സംതിങ് വിച്ച് ഈസ് ആഡഡ് ടു ദ പേഷ്യന്റ്, അതിനാണ് നമ്മൾ പോസിറ്റീവ് സിംറ്റംസ് എന്ന് പറയുന്നത്. നെഗറ്റീവ് സിംറ്റം സംതിങ് വിച്ച് ഈസ് ലോസ്റ്റ് ഫ്രം ദ പേഷ്യന്റ്. സോ വൺ ഈസ് ഇമോഷണൽ ഫ്ലാറ്റനിങ്. രണ്ടാമത്തെ എണ്ണം അഫക്റ്റീവ് ബ്ലണ്ടിങ് ആണ്.
അഫക്റ്റീവ് ബ്ലണ്ടിങ്. അഫക്റ്റീവ് ബ്ലണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ അറ്റാച്ച്മെന്റ്. നമുക്കിപ്പോൾ പേരൻസിനോട് അഫെക്ഷൻ ഉണ്ട്, കുട്ടികളോട് അഫെക്ഷൻ ഉണ്ട്, നമ്മുടെ പരിചയക്കാരെ, സ്വന്തക്കാരെ, ബന്ധുക്കാരോടൊക്കെ അഫെക്ഷൻ ഉണ്ട്. പക്ഷെ ഇതെല്ലാം ബ്ലണ്ട് ചെയ്ത് പോകുന്നു, ഇല്ലാതെയാകുന്നു. ഏതെങ്കിലുമായിട്ടോ ആരെങ്കിലുമായിട്ടോ എന്തെങ്കിലും വസ്തുക്കളോടോ പോലും യാതൊരുവിധ സവിശേഷ അടുപ്പവും ഇല്ല. അപ്പോൾ മനുഷ്യത്വം, മനുഷ്യനിലുള്ള സാധാരണ വികാരങ്ങൾ ഒന്നിനോടും ഇല്ലാത്ത ഒരു അവസ്ഥ വരുമ്പോഴത്തേക്കും ബന്ധങ്ങൾ, ദ റിലേഷൻഷിപ്സ് വിൽ ബി ലോസ്റ്റ്. ഇതാണ് രണ്ടാമത്തെ നെഗറ്റീവ് സിംറ്റംസ്. മൂന്നാമത്തെ പ്രധാനമായിട്ട് പറയുന്നത് ഡിക്രീസ്ഡ് ഇങ്ങനെ എഴുതാം. സെൽഫ് കെയർ, സ്വന്തമായി അവനവനെ തന്നെ വിലമതിക്കണമെന്നല്ല, സ്വന്തമായിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണം കുളിക്കുക, പല്ല് തേക്കുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുക, വസ്ത്രങ്ങൾ കഴുകുക, ജോലിക്ക് പോവുക, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സെൽഫ് കെയർ എന്ന് പറയാം. സോ ഇതെല്ലാം കുറയും. സോ ഡിക്രീസ്ഡ് സെൽഫ് കെയർ. ആൻഡ് നാലാമത്തത് നമുക്ക് അലോഗ്യ എന്ന് പറയാം. അലോജിയ എന്ന് വെച്ചാൽ സംസാരം കുറയുന്നു. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല തകരാറുണ്ടാവും. സംസാരിച്ചാൽ തന്നെ പരസ്പര ബന്ധം ഉണ്ടാവണമെന്നില്ല, അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് മനസ്സിലാവണമെന്നില്ല, അപ്പോൾ ആൾക്കാർ ചെവി കൊടുക്കണമെന്നില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അവസാനം സംസാരം അലോഗ്യയിൽ പോയി അവസാനിക്കും. അഞ്ചാമത്തത് അൺഹെഡോണിയ ആണ്. അൺഹെഡോണിയ മീൻസ് ലോസ് ഓഫ് ഹാപ്പിനെസ്. എബിലിറ്റി ടു ഫീൽ പ്ലഷർ ഇല്ല, അത് പോയി, യാന്ത്രികമാവുന്നു എല്ലാം. നേരത്തെ ജീവിതത്തിൽ സന്തോഷം നൽകിയിരുന്ന ഒന്നും ഇയാൾക്ക് ഇപ്പൊ സന്തോഷം നൽകുന്നില്ല. ദുഃഖമില്ല, സന്തോഷമില്ല, ഇമോഷൻസ് ഇല്ല, അഫക്റ്റീവ് എല്ലാം നഷ്ടപ്പെട്ടു. സോ ഇതൊക്കെയാണ് നെഗറ്റീവ് സിംറ്റംസ് എന്ന് പറയുന്നത്. നെഗറ്റീവ് സിംറ്റം. ഇനി കോഗ്നിറ്റീവ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ പഠിക്കാനോ ഓർമ്മിക്കാനോ, ഇപ്പൊ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കാനോ ഓർമ്മിക്കാനോ, പഠിക്കാന്ന് വെച്ചാൽ ബുക്ക് എടുത്ത് വെച്ച് പഠിക്കുന്നത് മാത്രമല്ല, നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട, ബുദ്ധിയിലേക്ക് കയറ്റേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഓർമ്മക്കുറവ് വരും, റീസെന്റ് മെമ്മറീസ് എല്ലാം തകരാറിലാകും, കോർഡിനേഷൻ കുറയും, അപ്പോൾ നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാതെയാകും. സോ എവല്യൂഷൻ, സ്വന്തമായി എന്തെങ്കിലും ചെയ്യാനായിട്ട് മുന്നിട്ടിറങ്ങാനുള്ള സാധ്യത കുറയുന്നു. അടച്ചുമൂടി മുറിയിലിരിക്കാം. ദിസ് ക്യാൻ അൾട്ടിമേറ്റ്ലി ലീഡ് ടു കാറ്ററ്റോണിയ പോലെയുള്ള അധികം മൂവ്മെന്റ് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോകാം. സോ ദീസ് ഓൾ ആർ ദ നെഗറ്റീവ് സിംറ്റംസ് ആൻഡ് ദീസ് ആർ ദ കോഗ്നിറ്റീവ് സിംറ്റംസ്. സോ ഇങ്ങനെ 3 സിംറ്റംസ് ആണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. വൺ ഈസ് പോസിറ്റീവ് സിംറ്റംസ്, ദെൻ നെഗറ്റീവ് സിംറ്റംസ്, ആൻഡ് സെക്കൻഡ് ഈസ് കോഗ്നിറ്റീവ് സിംറ്റം. തേർഡ് വൺ ഈസ് കോഗ്നിറ്റീവ് സിംറ്റംസ്. സോ ഇത്രയും പ്രശ്നങ്ങളാണ് ഈ പാത്വേകളിൽ. 2 പാത്വേ ആണ് ഇപ്പം നമ്മൾ പറഞ്ഞുള്ളൂ. 2 പാത്വേകളിലൂടെ ഉണ്ടാകുന്നത്. ഇനി ഈ 2 പാത്വേയും കൂടി ഒന്ന് കോറിലേറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം പറയാവുന്നത് മീസോകോർട്ടിക്കൽ പാത്വേ. ഈ ബ്രെയിനിന്റെ കോർട്ടക്സിലേക്ക് പോകുന്ന പാത്വേയിൽ ആദ്യം ഹൈപ്പോ ഫംഗ്ഷൻ. ഫസ്റ്റ് ഹൈപ്പോ ഫംഗ്ഷൻ ഉണ്ടാവുന്നു. ഇവിടെ ഡോപ്പമിൻ റിലീസ് കുറയുന്നു. ഡോപ്പമിൻ റിലീസ് കുറയുമ്പോഴത്തേക്കും കോർട്ടക്സിന്റെ കൺട്രോൾ കുറയുന്നു. കോർട്ടക്സ് ആണ് VTA കൺട്രോൾ ചെയ്യുന്നത്. സോ കോർട്ടിക്കൽ കൺട്രോൾ ഓഫ് VTA ലോസ്. സോ VTA ബിക്കം ഹൈപ്പർ ഫംഗ്ഷണൽ. VTA ഹൈപ്പർ ഫംഗ്ഷൻ ആകുമ്പോഴത്തേക്കും സെക്കൻഡ് ആദ്യം നമ്മൾ പറഞ്ഞ പാത്വേ, അത് നമ്മൾ പറഞ്ഞത് മീസോ ലിംബിക് പാത്വേ ഹൈപ്പർ ഫംഗ്ഷണൽ ആവും, കൂടുതലായിട്ട് ഫംഗ്ഷണൽ ആവും. അപ്പോഴാണ് നമ്മൾ പോസിറ്റീവ് സിംറ്റംസ് ഉണ്ടാവുന്നത്. സോ ഇതാണ് ഡോപ്പമിൻ ഹൈപ്പോത്തിസിസ്. ഇപ്പോഴുള്ള എല്ലാ ഹൈപ്പോത്തിസിന്റെ ഡോപ്പമിന്റെ എല്ലാ ഭാഗം കൂടി ചേർത്തിട്ട് ഞാൻ പറഞ്ഞാണ് ടോട്ടൽ ഡോപ്പമിൻ ഹൈപ്പോത്തിസിസ് ഇതാണ്. സോ ദിസ് ക്യാൻ കോസ് പോസിറ്റീവ് സിംറ്റംസ്, നെഗറ്റീവ് സിംറ്റംസ് ആൻഡ് ഓൾസോ കോഗ്നിറ്റീവ് സിംറ്റം. ഇനി ഡോപ്പമിനുള്ള വേറെ പാത്വേകൾ ബ്രെയിനിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ പ്രധാനപ്പെട്ട പാത്വേ ആണ്. അത് വെൻട്രൽ ടെഗ്മെന്റൽ ഏരിയ എന്നല്ല, അതിന്റെ തൊട്ടയിടയിലുള്ള സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അവിടെ നിന്ന് ആരംഭിച്ചിട്ട് ഇവിടെ ബേസൽ ഗാംഗ്ലിയ. ഇത് ബേസൽ ഗാംഗ്ലിയ ഒരൊറ്റ ഓർഗൻ അല്ല, നമുക്കറിയാം പല ഏരിയകൾ കൂടി ചേർന്ന ഗാംഗ്ലിയയുടെ കൂട്ടമാണ്. സോ അതിനിപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് സ്ട്രയേറ്റം എന്ന് വിളിക്കാം. സോ സ്ട്രയേറ്റത്തിൽ ഡോപ്പമിൻ റിലീസ് ചെയ്യുന്നുണ്ട്. ഇത് റിലീസ് എങ്ങാനും കൂടുകയോ കുറയുകയോ കഴിഞ്ഞാൽ, സപ്പോസ് തിങ്ക് ദാറ്റ് ദർ ഈസ് ഡിക്രീസ് ഇൻ ഡോപ്പമിൻ, അപ്പോൾ ഉണ്ടാകുന്ന മസിൽ കോർഡിനേഷൻ, മസിൽ മൂവ്മെന്റുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള രോഗമാണ് പാർക്കിൻസോണിസം. ഓക്കെ. സോ അതാണ് ഡോപ്പമിനും ഈ ആന്റിസൈക്കോട്ടിക് മരുന്നും പാർക്കിൻസോണിസുമായിട്ട് നമ്മൾ എപ്പോഴെങ്കിലും സംസാരിക്കേണ്ടി വരികയാണെങ്കിൽ മരുന്നുകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കേണ്ട പാത്വേ ഇതാണ്. ആ പാത്വേയുടെ പേര് നൈഗ്രോ ട്രയാറ്റൽ പാത്വേ എന്നാണ്. കാരണം നൈഗ്രോ മീൻസ് സബ്സ്റ്റാൻഷ്യ നൈഗ്ര, സ്ട്രയേറ്റം മീൻസ് സംതിങ് റിലേറ്റഡ് ടു ബേസൽ ഗാംഗ്ലിയ. സോ ആ പാത്വേയിലും ഡോപ്പമിൻ ആണ്. ഇനി വേറെ എവിടെയെങ്കിലും ഡോപ്പമിൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരു പാത്വേ ആണ് ട്യൂബറോ ഇൻഫന്റിബുലാർ പാത്വേ. സോ ഇത് മിഡ് ബ്രെയിൻ ആണെങ്കിൽ ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ ഹൈപ്പോതലാമസ് ഉണ്ട്, താഴെ പിറ്റ്യൂട്ടറി ഇങ്ങനെ ഉണ്ട്. അപ്പൊ ഞാൻ വീണ്ടും ഹൈപ്പോതലാമസ് മാറ്റി വരയ്ക്കുകയാണെങ്കിൽ ഇത് ഹൈപ്പോതലാമസ് എന്ന് വരയ്ക്കുക, ഇത് പിറ്റ്യൂട്ടറി, ആന്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. സോ ഹൈപ്പോതലാമസിൽ നിന്ന് പിറ്റ്യൂട്ടറിയിലേക്ക് റിലീസ് ചെയ്യുന്ന ഒരു ഹൈപ്പോതലാമസ് നമുക്കറിയാം റിലീസിംഗ് ഹോർമോൺസ് ആണ്. അവിടെ റിലീസ് ഹോർമോൺസ് ആൻഡ് റിലീസ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ. സോ അവിടെ ഒരു ഹോർമോൺ ആണ് റിലീസ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ. ഏത് ഹോർമോണിന്റെയാണ്? പ്രൊലാക്റ്റിൻ റിലീസ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ. അത് മറ്റൊന്നുമല്ല, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഡോപ്പമിൻ. അത് ഡോപ്പമിൻ ആണ്. സോ
സോ സാധാരണ ഡോപ്പമിൻ കാരണമാണ് പ്രൊലാക്റ്റിൻ ഇങ്ങനെ റിലീസ് ചെയ്യാതെ ഇരിക്കുന്നത്. ബട്ട് നമ്മൾ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഡോപ്പമിൻ നമ്മൾ ഇൻഹിബിറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രൊലാക്റ്റിന്റെ റിലീസ് കൂടും. സോ ഹൈപ്പർ പ്രൊലാക്റ്റിനീമിയ എന്ന് പറയുന്ന കണ്ടീഷൻസ് ഉണ്ടാകാം. മരുന്നിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ അഡ്വൈസ് എഫക്റ്റ് ആയിട്ട് അത് പഠിക്കും. ഇനിയും ഡോപ്പമിന് എവിടെയെങ്കിലും ആക്ഷൻ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെയാണ്. ദിസ് ഈസ് മെഡുല്ല ഓഫ് ദ ബ്രെയിൻ. അവിടെയുള്ള കീമോ റിസപ്റ്റർ ട്രിഗർ സോൺ. ഡോപ്പമിൻ ക്യാൻ ഇൻക്രീസ് വോമിറ്റിംഗ്. ഡോപ്പമിൻ വോമിറ്റിംഗ് വർദ്ധിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. വയറ്റിലും ആക്ഷൻ ഉണ്ട് ഡോപ്പമിന്. സോ ആന്റിസൈക്കോട്ടിക് മരുന്നുകളെല്ലാം കഴിക്കുമ്പോൾ ദീസ് ഡ്രഗ്സ് ഓൾ ആന്റിസൈക്കോട്ടിക് ആണ്. ആന്റിസൈക്കോട്ടിക്സ് ദേ ആർ ഓൾ ആന്റി വോമിറ്റിംഗ് ഡ്രഗ് കൂടിയാണ് എന്ന് നമ്മൾ പറയാൻ കാരണം ബിക്കോസ് ഡോപ്പമിൻ ഈസ് ദ ന്യൂറോ ട്രാൻസ്മിറ്റർ. ഓക്കെ, സോ ഡോപ്പമിൻ ക്യാൻ കോസ് ആൻഡ് ആന്റി ഡോപ്പമിനർജിക് ഓർ ആന്റിസൈക്കോട്ടിക് ഡ്രഗ്സ് ക്യാൻ ബി ആന്റി എമറ്റിക്. സോ നമ്മൾ ഇത്രയും പറഞ്ഞത് 4-5 പാത്വേ നമ്മൾ പറഞ്ഞു. ആദ്യം മീസോ ലിംബിക് പാത്വേ നമ്മൾ പറഞ്ഞു. അവിടെ ഇൻക്രീസ് ഡോപ്പമിൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് പോസിറ്റീവ് സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ടാകാം. മീസോ കോർട്ടിക്കൽ പാത്വേ നമ്മൾ പറഞ്ഞു. അവിടെ ഡോപ്പമിൻ ഉണ്ട്. ഡോപ്പമിൻ അവിടെ കുറവാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഉണ്ടാവുന്നതാണ് നെഗറ്റീവ് സിംറ്റംസ് എന്ന് പറഞ്ഞു. ദെൻ ബ്രെയിനിലെ റിലീസ് കുറയുന്നതുകൊണ്ട് കോഗ്നിറ്റീവ് സിംറ്റംസ് ഉണ്ടാക്കുന്നു. ഇനി ഡോപ്പമിൻ ഉള്ള മറ്റ് സ്ഥലങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ബേസൽ ഗാംഗ്ലിയായിട്ട് റിലേറ്റഡ് ആണ്, പാർക്കിൻസോണിസം. ദെൻ ട്യൂബറോ ഇൻഫെന്റിബുലാർ പാത്വേ, ഹൈപ്പോതലാമസ് ആൻഡ് പിറ്റ്യൂട്ടറി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പ്രോലാക്റ്റിൻ. മൂന്നാമത്തത് നമ്മൾ പറഞ്ഞത് മെഡുലായിട്ടുള്ള CTZ ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അവിടെ ഉണ്ടാകുന്നതാണ് വോമിറ്റിംഗ്. സോ ഡ്രഗ്സ് ക്യാൻ ബി ആന്റി വോമിറ്റിംഗ്. സോ ഇത്രയൊന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ആന്റി സൈക്കോട്ടിക് മരുന്നുകളെ പറ്റി പറയുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ധാരാളം പറയേണ്ടി വരും. അപ്പൊ നമ്മൾ പറഞ്ഞത് മീസോ ലിംബിക് പാത്വേയും മീസോ കോർട്ടിക്കൽ പാത്വേ ഉണ്ട്. ഇവിടെ 2 സ്ഥലത്തും ഡോപ്പമിൻ ആണെന്നാണ് പറഞ്ഞത്. മീസോ കോർട്ടിക്കൽ പാത്വേയിൽ ഡോപ്പമിന്റെ റിലീസ് കുറഞ്ഞു എന്നുമാണ് നമ്മൾ പറഞ്ഞത്. ആൻഡ് മീസോ കോർട്ടിക്കൽ പാത്വേയിലാണ് നെഗറ്റീവ് സിംറ്റംസ് ഉണ്ടാവുക എന്നും നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ നെഗറ്റീവ് സിംറ്റംസ് ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളെല്ലാം തന്നെ 5-HT ഓർ സീറോട്ടോണിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള മരുന്നുകളാണ്. നമ്മൾ ഉപയോഗിക്കുന്നത് 5-HT2A antagonist ഡ്രഗുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ 5-HT ഹാസ് എ റോൾ ഇൻ സൈക്കോസിസ്. ഇനി ഇത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടി ഒന്ന് പാത്വേ ഒന്ന് വരയ്ക്കാം. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുന്നു. ഓക്കെ, നമ്മൾ പറഞ്ഞത് മീസോ കോർട്ടിക്കൽ പാത്വേ ആണ്. ഇതാണ് വെൻട്രൽ ടെഗ്മെന്റൽ ഏരിയ. ഇവിടെ നിന്ന് ബ്രെയിനിന്റെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഉണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ മീസോ കോർട്ടിക്കൽ ഏരിയയിൽ നെഗറ്റീവ് സിംറ്റംസ് ഉണ്ടാക്കുന്ന ഏരിയയിൽ ഡോപ്പമിൻ റിലീസ് നടക്കണം. ഡോപ്പമിൻ റിലീസ് ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്നത് 5-HT ആണ്. സോ 5-HT ആക്ട് ദ ന്യൂറോ ട്രാൻസ്മിറ്റർ 5-HT ആക്ട് ആസ് ദ മോഡുലേറ്റർ ഫോർ ദ റിലീസ് ഓഫ് ഡോപ്പമിൻ. സോ യൂഷ്വലി ഇൻ ദ ബ്രെയിൻ ഈ മീസോ ലിംബിക്കും മീസോ കോർട്ടിക്കൽ തമ്മിൽ ഒരു ബാലൻസ് ഉണ്ട്. സോ ഇവിടെ ബാലൻസ് തെറ്റി. ആദ്യം മീസോ കോർട്ടിക്കൽ ഏരിയയിൽ ഡോപ്പമിൻ കുറഞ്ഞു. അപ്പോഴത്തേക്കും മീസോ ലിംബിക് സിസ്റ്റത്തിൽ അമിതമായിട്ട് ഇത് സെക്രീറ്റ് ചെയ്യും. സോ വെൻ വി യൂസ് 5-HT antagonist ആകുമ്പോഴത്തേക്കും ഇവിടെ there will be more release of dopamine. റിലീസ് ഓഫ് ഡോപ്പമിൻ കൂടും. അപ്പോഴത്തേക്കും ഇത് കുറയും. ആൻഡ് ദിസ് സം അതർ മെക്കാനിസംസ് വഴി അറസ്റ്റിൻസ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ചില മെക്കാനിസം കൂടി അത് നമുക്ക് 5-HT2A antagonist പഠിക്കുമ്പോൾ പറയാം. സോ ഇങ്ങനെയുള്ള മെക്കാനിസം വഴി ഇവിടെയുള്ളത് കുറയ്ക്കുകയും ചെയ്യും. സോ 5-HT2 antagonist ലൈക്ക് ക്ലോസപ്പിൻ പോലെയുള്ള മരുന്നുകൾ അങ്ങനെ ആയിരിക്കും ആക്ട് ചെയ്യുന്നതാണ് നമ്മൾ പറയാം. ഇവിടെ ഡോപ്പമിൻ റിലീസ് കൂട്ടുകയും ഇവിടെ ഡോപ്പമിൻ കുറയുകയും ചെയ്യും. സോ ഈ ബാലൻസ് ശരിയാകും. സോ ദേ ഡിക്രീസ് ദ ഡോപ്പമിൻ റിലീസ് ഇൻ ദ മീസോ ലിംബിക് പാത്വേ ആൻഡ് ദേ ഇൻക്രീസ് ദ ഡോപ്പമിൻ റിലീസ് ഇൻ ദ മീസോ കോർട്ടിക്കൽ പാത്വേ. ഈ 5-HTയുടെ റോളിനെ പറ്റി പറയുന്നതാണ് നമ്മൾ 5-HT ഹൈപ്പോത്തിസിസ് എന്ന് പറയും. 5-HT ഹൈപ്പോത്തിസിസ്. സോ ഇവിടെ പറയുന്നത് 5-HTയുടെ മോഡുലേറ്റിംഗ് എഫക്റ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലമാണ് ഷിസോഫ്രീനിയ ഉണ്ടാകുന്നത് എന്നാണ്. അപ്പോൾ നമ്മൾ 2 ഹൈപ്പോത്തിസിസ് കണ്ടു. 1 ഈസ് റിലേറ്റഡ് ടു ഡോപ്പമിൻ ആൻഡ് സെക്കൻഡ് ഈസ് റിലേറ്റഡ് ടു 5-HT. ആൻഡ് 5-HT ഹൈപ്പോത്തിസിസ് അൾട്ടിമേറ്റ്ലി സേസ് അബൌട്ട് റിലീസ് ഓഫ് ഡോപ്പമിൻ. ഇനി മൂന്നാമതൊരു ഹൈപ്പോത്തിസിസ് കൂടിയുണ്ട്. അതിനെ നമുക്ക് NMDA ഹൈപ്പോത്തിസിസ് ഓർ NMDA റിസപ്റ്റേഴ്സ് ആർ ഗ്ലൂട്ടമേറ്റ് റിസപ്റ്റേഴ്സ്. ഗ്ലൂട്ടമേറ്റ് ഹൈപ്പോത്തിസിസ് എന്നും നമുക്ക് വിളിക്കാം. ഓക്കെ, NMDA റിസപ്റ്റർ ഗ്ലൂട്ടമേറ്റിന്റെ റിസപ്റ്റർ ആണെന്ന് ഞാൻ പറഞ്ഞു. ഗ്ലൂട്ടമേറ്റ് ആണ് ബ്രെയിനിലെ പ്രധാന എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ. ഇപ്പോൾ ഇതൊരു ന്യൂറോൺ ഇങ്ങനെയാണ് ഇരിക്കുകയാണെങ്കിൽ മറ്റൊരു ന്യൂറോണായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ഗ്ലൂട്ടമേറ്റ് വിടുന്നു. സോ ഇവിടെ NMDA മറ്റു റിസപ്റ്റർ വഴിയാണ് ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നത്. സോ 50% ഓഫ് ദ ബ്രെയിൻ സിനാപ്സിലെ ന്യൂറോ ട്രാൻസ്മിറ്റർ ഉള്ളതാണ് ഈ ഗ്ലൂട്ടമേറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ പറയുന്നത് ഹൈപ്പോ ഫംഗ്ഷൻ ഓഫ് ഗ്ലൂട്ടമേറ്റ് വയ NMDA. NMDAയിലൂടെ പ്രവർത്തിക്കുന്നത് ഇത് NMDA റിസപ്റ്റർ ആണെങ്കിൽ ഈ റിസപ്റ്ററിലൂടെ പ്രവർത്തിക്കുന്നത്
പ്രവർത്തിക്കുന്ന ഗ്ലൂട്ടമേറ്റിന്റെ ഹൈപ്പോ ഫംഗ്ഷൻ. സോ ഹൈപ്പോ ഫംഗ്ഷൻ ഓഫ് ഗ്ലൂട്ടമേറ്റ് ത്രൂ NMDA റിസപ്റ്റർ ഈസ് ദ റീസൺ ഫോർ ഷിസോഫ്രീനിയ എന്ന് പറയുന്നതാണ് NMDA ഗ്ലൂട്ടമേറ്റ് ഹൈപ്പോത്തിസിസ്. സോ ഇത് പറയാൻ കാരണം ഉദാഹരണത്തിന് കീറ്റമിൻ പോലുള്ള സൈക്കഡെലിക്സ് അത് NMDA റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് ആണ്. ഇത് NMDA റിസപ്റ്റർ ആണെങ്കിൽ അതിന്റെ ആന്റഗോണിസ്റ്റ് ആണ് കീറ്റമിൻ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സൈക്കഡലിക് എഫക്ട് എന്ന് പറയുന്നത് എക്സാക്ട്ലി സെയിം ആസ് ഷൈസോഫ്രീനിയ. പോസിറ്റീവ് സിംറ്റംസ് ഉണ്ട്, നെഗറ്റീവ് സിംറ്റംസ് ഉണ്ട്, ദെൻ ഓൾസോ കോഗ്നിറ്റീവ് സിംറ്റംസ് എല്ലാം ഉണ്ടാക്കുന്നത് ഷൈസോഫ്രീനിയ പോലെ തന്നെയാണ്. അപ്പൊ നോക്കുമ്പോൾ NMDA അതിനകത്ത് പങ്കുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പങ്കുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഇതിന്റെ റീസൺ അപ്പൊ എന്തായിരിക്കും പറയാൻ പറ്റുക? അപ്പോൾ ഇപ്പോൾ NMDA ഓർ ഗ്ലൂട്ടമേറ്റ് നമുക്കറിയാം ദിറ്റ് ഈസ് എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ഇത് ഡിസ്ഫങ്ഷണൽ ആണ് എന്ന് കരുതുക. ഇത് ഡിസ്ഫങ്ഷണൽ ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ലോവേഴ്സ് ദ ഗ്ലൂട്ടമേറ്റ് ട്രാൻസ്മിഷൻ അല്ലെ, ലോവേഴ്സ് ഗ്ലൂട്ടമേറ്റ് ട്രാൻസ്മിഷൻ കുറയും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഗ്ലൂട്ടമേറ്റ് ട്രാൻസ്മിഷൻ ബ്രെയിൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂട്ടമേറ്റ് മേജർ എക്സൈറ്റേറ്ററി ട്രാൻസ്മിറ്റർ അത് കുറഞ്ഞു കഴിഞ്ഞാൽ 3 തരം എഫക്റ്റ് ആണ് പറയുന്നത്. 3 ടൈപ്സ് ഓഫ് എഫക്ട്. ഒന്ന് പറയുന്നത് ഗ്ലൂട്ടമേറ്റ് കുറയുമ്പോഴത്തേക്കും ഗാബയുടെ ഇൻഹിബിറ്ററി ആക്ഷൻ കുറയും. ബിക്കോസ് ഗ്ലൂട്ടമേറ്റ് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ഗാബ റിലീസ് ചെയ്യും. ഗാബ therefore ഡിക്രീസ് അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യും. സോ ഗാബയുടെ ഇൻഹിബിറ്ററി ആക്ഷൻ ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്റ്റിമുലേറ്ററി എഫക്ട് ഫ്രം ദ ഗ്ലൂട്ടമേറ്റ്. അത് കുറയും. ഗാബ കുറയുമ്പോഴത്തേക്കും ഗാബയാണ് ഡോപ്പമിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഡോപ്പമിൻ ട്രാൻസ്മിഷൻ വിൽ ബി ഇൻക്രീസ്. സോ ഡോപ്പമിൻ ട്രാൻസ്മിഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മൾ പാത്വേ പഠിച്ചു, ആദ്യത്തെ പറഞ്ഞ പാത്വേയിൽ ഡോപ്പമിൻ കൂടുതലാവുന്ന എക്സൈറ്റേറ്ററി ന്യൂറോ എക്സൈറ്റേറ്ററി എഫക്ട് ഷൈസോഫ്രീനിയ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. സോ അതാണ് ഒരെണ്ണം. ദെൻ രണ്ടാമത്തേത് ഗ്ലൂട്ടമേറ്റ് കുറയുമ്പോഴത്തേക്കും 5-HT ഓർ സീറോട്ടോണിന്റെ ട്രാൻസ്മിഷൻ വിൽ ഓൾസോ ബി ഇൻക്രീസ്ഡ് ബിക്കോസ് ഗ്ലൂട്ടമേറ്റ് അതിന്റെ ഇൻഹിബിറ്ററി എഫക്ട് പോയി. കൂടുമ്പോഴത്തേക്കും പോസിറ്റീവ് സിംറ്റംസ് ഓഫ് ഷൈസോഫ്രീനിയ ഉണ്ടാകാം. ദെൻ നെഗറ്റീവ് സിംറ്റംസ് ഓഫ് ഷൈസോഫ്രീനിയം ഉണ്ടാക്കാം ബിക്കോസ് 5-HT2A ആർ ഇൻഹിബിറ്ററി. 5-HT2A എന്ന് പറയുന്നത് ഇൻഹിബിറ്ററി റിസപ്റ്റേഴ്സ് ആണ്. സോ ഇതിന്റെ ഇൻക്രീസ് വരുമ്പോഴത്തേക്കും ഇൻഹിബിറ്ററി എഫക്ട് കുറയും. ദെൻ മൂന്നാമത്തേത് ഗ്ലൂട്ടമേറ്റ് നേരിട്ട് ചെയ്യുന്നതാണ്. സോ ദാറ്റ് ഇസ് ദ ഡയറക്റ്റ് എഫക്ട് ഓൺ ഗ്ലൂട്ടമേറ്റ് ഓൺ സ്റ്റിമുലേറ്ററി ഫംഗ്ഷൻ. സോ സ്റ്റിമുലേറ്ററി ഫംഗ്ഷൻ കുറയുമ്പോഴത്തേക്കും നെഗറ്റീവ് സിംറ്റംസ് ഉണ്ടാക്കാം. ഓക്കെ, ഷൈസോഫ്രീനിയയുടെ നെഗറ്റീവ് സിംറ്റംസ് ഉണ്ടാക്കാം. ദെൻ ഓട്ടിസം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, ഇനാക്ടിവിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. സോ അതാണ് NMDA ഹൈപ്പോ ഫംഗ്ഷൻ തിയറി. ഇപ്പൊ 3 തിയറീസ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ഡോപ്പമിൻ ഹൈപ്പോത്തിസിസ്, 2 5HT ഹൈപ്പോത്തിസിസ്, 3 NMDA ഹൈപ്പോത്തിസിസ്. പക്ഷെ ക്ലിനിക്കലി NMDA വഴി പ്രവർത്തിക്കുന്ന മരുന്നുകളൊന്നും തന്നെ നമുക്കിപ്പോൾ അവൈലബിൾ അല്ല. ഇപ്പോൾ ഉള്ള മരുന്നുകൾ എന്ന് വെച്ചാൽ മെമാൻറ്റിൻ ഉണ്ട്, ദെൻ ലമോട്രിജിൻ, ടോപ്പറമേറ്റ്. സോ ഇവയെല്ലാം നമുക്ക് വേണമെങ്കിൽ പാർഷ്യൽ ബ്ലോക്കേഴ്സ് ആണ് NMDA. അപ്പൊ അതുകൊണ്ട് ദിസ് ഹാസ് ഗോട്ട് സം എഫക്ട്, തെളിയിച്ചിരിക്കുന്നത് സം എഫക്ട്സ് ഇൻ ഷിസോഫ്രീനിയയിൽ ഇങ്ങനെയുള്ള മരുന്നുകൾക്ക് ചെറിയ കുറച്ച് എഫക്ട് ഉണ്ട്. ദെൻ NMDA കോ അഗോണിസ്റ്റുകൾ ഉണ്ട്. ഉദാഹരണത്തിന് ഗ്ലൈസീൻ കോ അഗോണിസ്റ്റ് ആണ്, സെറിൻ ഈസ് കോ അഗോണിസ്റ്റ് ആണ്, ഡി-സൈക്ലോസെറിൻ എന്ന് പറയുന്ന മരുന്ന്. സോ ഇവയെല്ലാം ഗ്ലൂട്ടമേറ്റിന്റെ ആക്ഷൻ അഗോണിസ്റ്റ് ആണ്. സോ സിഗ്നലിംഗ് വർദ്ധിപ്പിക്കുന്ന മരുന്നുകളാണ്. സോ ദീസ് ഹാവ് സം എഫക്ട് ഇൻ ദ ഷൈസോഫ്രീനിയ. പിന്നെ ഒരു തെളിവായിട്ട് പറയാനുള്ളത് NMDA പറ്റി പറയുമ്പോൾ ഗ്ലൈസീൻ ട്രാൻസ്പോർട്ട് ഇൻഹിബിറ്റർ ഒരു മരുന്നാണ്, സാർക്കോസിൻ എന്ന് പറയും. സോ പുറത്ത് ലഭ്യമായിട്ടുള്ള ഒരു സ്റ്റഡി ചെയ്യുന്നൊരു ഡ്രഗ് ആയിട്ട് നമുക്ക് കൂട്ടാം. സോ ഇത് ഗ്ലൂട്ടമേറ്റ് സിഗ്നൽ വർദ്ധിപ്പിക്കും എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സോ ഗ്ലൂട്ടമേറ്റ് സിഗ്നൽ വർദ്ധിപ്പിക്കുമ്പോൾ ഷൈസോഫ്രീനിയയിൽ കുറവുണ്ടാകും എന്ന്. പക്ഷെ മരുന്നുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാം തന്നെ ഇറ്റ് മേ ബി ആക്ടിങ് ഓൺ 5HT റിസപ്റ്റർ എസ്പെഷ്യലി ഓൺ 5HT2A. രണ്ടാമത്തത് എല്ലാം ദേ ആർ ആക്ടിങ് ഓൺ ദ D2 ഓർ D2 ഇൻഹിബിറ്റേഴ്സ് മരുന്നുകളാണ്. NMDA ഗ്ലൂട്ടമേറ്റ് തിയറി ആയിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ദേ ക്യാൻ എക്സ്പ്ലെയിൻ സോ മെനി തിങ്സ്. ബട്ട് നമ്മൾ മരുന്നുകളെ പറ്റി പറയുന്ന എല്ലാം 5HT2A D2 ആന്റഗോണിസ്റ്റുകളും ആയിട്ടായിരിക്കും. സോ നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പോൾ പറഞ്ഞത് വിവിധ തരത്തിലുള്ള മെന്റൽ ഡിസോർഡേഴ്സിനെ പറ്റി പറഞ്ഞു, ദെൻ സൈക്കോസിസിനെ പറ്റി പറഞ്ഞു, ഷിസോഫ്രീനിയെ പറ്റി പറഞ്ഞു, അവയുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സിംറ്റംസ് പറഞ്ഞു, ദെൻ വാട്ട് ആർ ദ ഡിഫറെന്റ് പാത്വേസ് നമ്മൾ പറഞ്ഞു. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞത് റോൾ ഓഫ് ഡിഫറെന്റ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇൻ ദീസ് പാത്വേ. ഈ പാത്വേയിലെല്ലാം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ റോൾ ചെറുതായിട്ട് നമ്മൾ പറഞ്ഞു. സോ ഇനിയിപ്പോൾ നമ്മൾ വി ആർ റെഡി ടു സ്പീക്ക് അബൌട്ട് ദ ഡ്രഗ്സ്. ഇനിയിപ്പോൾ നമ്മൾ മരുന്നുകളെ കുറിച്ച് പറയാം. നമ്മൾ പറയാൻ പോകുന്ന മരുന്നുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 5HT2A ആന്റഗോണിസ്റ്റുകളായിരിക്കും അല്ലെങ്കിൽ D2 ആന്റഗോണിസ്റ്റ് മരുന്നുകളെ പറ്റിയായിരിക്കും നമ്മൾ അധികവും സംസാരിക്കും. സോ ദാറ്റ് വി വിൽ സ്പീക്ക് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.